അങ്ങനെ റഷ്യ തിരിച്ചടി ആരംഭിച്ചിരിക്കുകയാണ്. പുടിൻ നയവും വ്യക്തമാക്കി കഴിഞ്ഞു. ആദ്യഘട്ടമെന്നോണം ഉക്രൈനിയൻ നഗരമായ ഡിനിപ്രോയിൽ ഹൈപ്പർസോണിക് ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ റഷ്യ തൊടുത്തുവിട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും മിസൈലുകൾ ഉക്രൈനിൽ നിന്നും റഷ്യക്കെതിരെ പ്രയോഗിച്ചിരുന്നു. ഇതിനുള്ള മറുപടിയായാണ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ റഷ്യ പ്രയോഗിച്ചിരിക്കുന്നത്. ഇതിനുശേഷം മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട പ്രസിഡന്റ് പുടിൻ ഇതൊരു ലോകയുദ്ധത്തിലേക്കുള്ള തുടക്കമാണെന്ന് കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തു. ലോകരാജ്യങ്ങളെ മുൾമുനയിൽ നിർത്തുന്നതായിരുന്നു പുടിൻ്റെ പ്രസംഗം. ഒരഷ്നിക് എന്നറിയപ്പെടുന്ന ഒരു പുതിയ ഇടത്തരം ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് മോസ്കോ ഉക്രൈനിയൻ സൈനിക കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയതായും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി. റഷ്യക്കെതിരെ ഉപയോഗിച്ച ആയുധങ്ങൾ ഉക്രൈന് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതല്ല. സാധാരണഗതിയിൽ അതാത് രാജ്യങ്ങളുടെ ടെക്നീഷ്യന്മാരും എഞ്ചിനീയർമാരും എത്തിച്ചേർന്ന ശേഷമാകും അവ പ്രയോഗിക്കുക. കാരണം ഒരു രാജ്യവും അവരുടെ ടെക്നോളജിയുടെ രഹസ്യം ഒരു രാജ്യത്തിനും കൈമാറില്ല. അതുകൊണ്ട് തന്നെയാണ് പുടിൻ കട്ടായം പറഞ്ഞത്, ഞങ്ങൾക്കെതിരെ നടന്ന ആക്രമണങ്ങൾ ആ രാജ്യങ്ങളുടെ ആക്രമണമായി കണക്കാക്കുമെന്നും അതുകൊണ്ട് തന്നെ റഷ്യക്ക് നേരെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കുന്ന രാജ്യങ്ങളുടെ സൈനിക സൗകര്യങ്ങൾ ആക്രമിക്കുവാനുള്ള അവകാശം മോസ്കോയിൽ നിക്ഷിപ്തമാണെന്നും പുടിൻ ആണയിട്ട് പറഞ്ഞത്. ഏതാക്രമണത്തിനും നിർണായക പ്രതികരണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പോടെയാണ് രാഷ്ട്രത്തലവൻ്റെ പ്രതികരണം അവസാനിക്കുന്നത്. റഷ്യൻ ഫെഡറേഷൻ്റെ സുരക്ഷയ്ക്കെതിരായ ഭീഷണികളെ അടിസ്ഥാനമാക്കി ഞങ്ങളുടെ ഏറ്റവും പുതിയ മിസൈൽ സംവിധാനങ്ങളുടെ കൂടുതൽ പരീക്ഷണങ്ങളിൽ ഞങ്ങൾ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുമെന്നും പുടിൻ പറയുന്നു. അമേരിക്ക അന്താരാഷ്ട്ര സുരക്ഷാ സംവിധാനത്തെ തകർത്തു. ഇത് ആഗോള സംഘർഷത്തിൻ്റെ അപകട സാധ്യത ഉയർത്തുന്നുണ്ട്. മോസ്കോ എപ്പോഴും സമാധാനപരമായ പ്രമേയത്തെ അനുകൂലിക്കുന്നുവെന്നും എല്ലാ തർക്ക വിഷയങ്ങളും പരിഹരിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ആണവ സാന്നിധ്യമുള്ള ഭൂഖണ്ഡാന്തര ഹൈപ്പർസോണിക് മിസൈൽ ഡിനിപ്രോ നഗരത്തിൽ പ്രയോഗിച്ചു എന്ന ഉക്രൈൻ്റെ ആരോപണത്തെ പുടിൻ തള്ളി. നടന്നത് സാധാരണ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം മാത്രമാണെന്നും ഞങ്ങളുടെ ആക്രമണത്തിന് മുൻപ് ഉക്രൈൻ അധികൃതർക്ക് മുന്നറിയിപ്പ് നൽകാറുണ്ടെന്നും അറിയിപ്പ് പ്രകാരം ജനങ്ങൾ അവിടെ വിട്ടുപോകണമെന്നും പുടിൻ പറഞ്ഞു.